കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമാണ് പിതൃതർപ്പണ നാൾ. മൺമറഞ്ഞ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമായ ബുധനാഴ്ച തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 4 മണി മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും പങ്കെടുക്കാറുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ പിതൃസ്മരണയ്ക്കും പിതൃ ആരാധനയ്ക്കും അത്യന്തം പ്രാധാന്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം മുൻഗാമികളുടെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നതാണെന്ന വിശ്വാസമാണ് പിതൃകർമ്മങ്ങളുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും അമാവാസി ദിനത്തിൽ ബലിയിടുന്നതും, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ അമാവാസിയായ കർക്കിടക വാവ് ദിവസം വിശേഷ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും കേരളീയ ഹിന്ദു ആചാരങ്ങളിൽ പ്രധാന സ്ഥാനമാണ് കൈവരിച്ചിരിക്കുന്നത്. കർക്കിടക മാസത്തിലെ പ്രധാന ആചാരമായ ബലിതർപ്പണ ചടങ്ങുകൾക്കായി സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണ ചടങ്ങ് നടക്കുന്ന പിണ്ടക്കുളത്തിൽ 42 ആളുകൾക്ക് ഒരുമിച്ച് ബലിയിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് ബലിതർപ്പണ ചടങ്ങ് തുടങ്ങും. ഉണ്ണി ഞാറക്കാട്, ബാബു ഞാറക്കാട്, വിനായകൻ ഞാറക്കാട്, ശ്രീഹരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങ് നടക്കുക. മുൻവർഷങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പിതൃതർപ്പണം നടത്താൻ എത്തിച്ചേരുമെന്നാണ് ക്ഷേത്രം അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അടിയന്തര സഹായത്തിനായി ഫയർഫോഴ്സ്, പോലീസ്, മെഡിക്കൽ ടീം എന്നിവരുടെ സഹായവും ഉണ്ടാകുമെന്ന് ക്ഷേത്രം അധികൃതർ പറഞ്ഞു. കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ 4 മണിക്ക് ക്ഷേത്രം തുറക്കും. ആദ്യത്തെ ഒരു പൂജയുണ്ട്. ആ പൂജയ്ക്ക് ശേഷം, അത് 4:30 ശേഷമാണ് അകത്ത് പ്രവേശനം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുക. അതിനുശേഷം ചെറിയ ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് പൂന്താന ഹാളിൽ ലഘുഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചക്ക് അന്നദാനവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ സമ്പ്രദായത്തിലാണ് നമ്മൾ ഇത് ബലിതർപ്പണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3:30-ക്ക് ശേഷം എന്തായാലും 4 മണിക്കുള്ളിലായിട്ട് തന്നെ ടോക്കൺ വിതരണം ചെയ്യും. അതുപ്രകാരം ബലിതർപ്പണം ചെയ്യാം. ഏകദേശം ഒരു 2500 ആൾക്ക് ചുരുങ്ങിയത് ആണ് ബലിതർപ്പണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ കൂടെ വന്ന് ആൾക്കാർ എല്ലാം കൂടി ഒരു 3500 ഉണ്ടാവുന്ന ഉദ്ദേശിക്കുന്നത്. ഒരേ സമയം 40 പേര്, 42 പേര് മാക്സിമം അത്രേ പറ്റുള്ളൂ. ചെറിയ സൗകര്യം കൂടി ചെയ്യാനുണ്ട്. അടുത്ത വർഷത്തേക്ക് നമ്മൾ കുറച്ചുകൂടി സൗകര്യം കൂട്ടാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഒരു 40-42 മാക്സിമം ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ്, 20 മിനിറ്റ് വേണം ഒരു ടീമിനോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാളും ഇതൊക്കെ ഉപയോഗിക്കാന്നുള്ള ഇതല്ല. ഇപ്പൊ കുറച്ച് കസേങ്ങാനും ആൾക്കാർക്ക് വിശ്രമിക്കാനും സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. മെഡിക്കൽ സൗകര്യം ഒരു ഹോസ്പിറ്റൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കോപ്പറേറ്റീവ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവര് എത്തുന്നാണ് അറിഞ്ഞത്. ഉച്ചക്ക് ഉച്ചയല്ല, വൈകിട്ട് ഒരു 4 മണി വരെ ഉണ്ടാവുന്നതാണ് സാധാരണ. അങ്ങനെയാണ്. ക്ഷേത്രത്തിലെത്തിച്ചേരുന്നവർക്ക് രാവിലെ 8 മണി മുതൽ ലഘുഭക്ഷണം പൂന്താനം ഹാളിൽ വെച്ച് നൽകും. 11:30 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും. KCCPL കേരവർ കോക്കനട്ട് മിൽക്ക് ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. KCCPL ഉൽപ്പന്നങ്ങൾ കെ ഷോപ്പിയിലും ലഭ്യമാണ്.